ചപ്പാത്തി കേരളത്തിൽ വന്നിട്ട് ഇന്ന് 100 വർഷം തികയുന്നു എന്നൊരു വാർത്ത. ചപ്പാത്തി മലയാളി അല്ലെങ്കിലും നമ്മുടെയൊക്കെ അടുക്കളയിൽ എന്നും മിക്ക ദിവസങ്ങളും ചപ്പാത്തി ഉണ്ടാവും അല്ലെ. എന്തായാലും ഇന്ന് ഞാനൊരു മാങ്ങ ചമ്മന്തിയാണ് അരയ്ക്കാൻ പോകുന്നത്. തേങ്ങ ചിരകാതെയാണ് ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങ ആയിരുന്നു ഇത്. മാങ്ങായും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. ഇനി എരിവിന് ആവശ്യത്തിനുള്ള 2-3 പച്ചമുളകും ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി ചുവന്നുള്ളിയും കൂടെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ ഇതുപോലെ ഉപ്പിലിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങാക്കാലം കഴിഞ്ഞാലും ഇതേപോലെ മാങ്ങാ ചമ്മന്തി അരയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉപ്പിലിട്ടതായതുകൊണ്ട് തന്നെ മാങ്ങായിലും നല്ലപോലെ ഉപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ചതയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് ഒരു 2-3 അടി അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മാങ്ങ ചമ്മന്തി റെഡിയായി. ഇതിന് നല്ല ചൂട് ചോറിന്റെ കൂടെ കുഴച്ചൊരടിയുണ്ട്. എന്റെ പൊന്നെ, വേറെ കറികളൊന്നും ആവശ്യമില്ല. ഈ ഒരു ചമ്മന്തി മാത്രം മതി. നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബൈ.